കണ്ണുനീര് വരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ക്യാമറാമാനെ അവിടെ ഇവിടെ നിന്ന് ഷോട്ട് എടുക്കാൻ എടുത്തത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ അഭിനയിക്കും, ആൽബത്തിലും സിനിമയിലും അതുപോലെ ഓരോ റീൽസിലും ഒക്കെ അഭിനയിക്കും. എന്റെ ഹസ്ബൻഡിന്റെ കല്ലറയ്ക്ക് മുന്നിൽ എനിക്ക് അഭിനയിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ കരഞ്ഞാൽ നിങ്ങൾ പറയാതെ ഗ്ലിസർ ഇട്ട് കരഞ്ഞാന്ന്, കരഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറയാൻ ഞാൻ അഭിനയിക്കും ഒരിക്കലും കണ്ണുനീരില്ലെന്ന്. എനിക്കെന്തിനാണ് എന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധിപ്പിക്കുന്നത്? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, എനിക്ക് അവരുടെ സ്നേഹം മാത്രം മതി. കേട്ടല്ലോ, നിങ്ങളുടെ ഈ നെഗറ്റീവ് കമന്റ്സോ നിങ്ങളുടെ ഈ നെഗറ്റീവ് റിയാക്ഷൻസ് വീഡിയോ ഒന്നും കണ്ട് തളരുന്നവളല്ല രേണുസുതി. മനസ്സിലായോ? എനിക്ക് സങ്കടമില്ല സൂചേട്ടൻ മരിച്ചത്. എന്ത് സങ്കടമില്ലെന്ന്? ചടങ്ങ്, കല്ലറയിലെ ചടങ്ങും വീട്ടിലെ ചടങ്ങ് കഴിഞ്ഞാൽ ആ ചടങ്ങ് കഴിഞ്ഞു. അന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമില്ല, സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കണോ? എന്റെ സഹപ്രവർത്തകരും എന്റെ കുടുംബക്കാരുമായിട്ട് എനിക്കിത് ചിരിക്കാൻ പാടില്ലേ? എനിക്ക് ചിരിക്കാൻ വിലക്കുണ്ടോ ഈ ലോകത്തിൽ? ഇപ്പം ഞാൻ ഷെയർ ചെയ്തത് രേണുസുതി യൂട്യൂബിൽ വന്ന് പിന്നെ വളരെ ദേഷ്യത്തോടെ പൊട്ടിത്തെറിച്ച് റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ് അത്. അപ്പം ഞാൻ ഈ കുറേ വീഡിയോകളൊക്കെ കാണുന്നുണ്ട്, ഓരോരുത്തരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട്. ഞാൻ ഇത്രയും നാളത് ഇഗ്നോർ ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്നെനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചാലോ എന്ന്. ഒന്നാമത്തെ കാര്യം, രേണു ചോദിക്കുന്നുണ്ട്, ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കണോ അല്ലെങ്കിൽ സങ്കടം മറ്റുള്ളവരെ കാണിക്കണോ? പിന്നെ അത് ന്യായമായ ചോദ്യമാണ്. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയും എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ല. യു ഹാവ് യുവർ ഓൺ പേഴ്സണൽ സ്പേസ്. പക്ഷേ പ്രശ്നം അവിടെയല്ല. ഇത് നാട്ടുകാർ അറിയുന്നത് എങ്ങനെയാണ്? രേണു തന്നെ ഇത് അല്ലെങ്കിൽ രേണുവിൻ്റെ അറിവോടുകൂടി അത് ഓൺലൈൻ മീഡിയയിൽ വരുമ്പോഴല്ലേ ഈ നാട്ടുകാരെല്ലാം അറിയുന്നത്. ഭർത്താവിൻ്റെ ചടങ്ങും അതുപോലെ ഏതോ ഒരു എന്തോ പെരേരയോ അങ്ങനെ ആരോ ഒരാൾ വന്ന് ഡാൻസ് കളിക്കുന്നതും രേണു അവിടെ കൈയടിച്ച് സന്തോഷിക്കുന്നതും ഒക്കെ ഈ ഓൺലൈൻ മീഡിയയിലും വന്ന കാര്യങ്ങളാണ്. അത് കണ്ടിട്ടാണ് ആളുകൾ റിയാക്ട് ചെയ്യുന്നത്. ഇപ്പം രേണുവിൻ്റെ പേഴ്സണൽ സ്പേസ് രേണു ഇതൊന്നും മീഡിയയിൽ ഇട്ടില്ലെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല. രേണുവിൻ്റെ സങ്കടം രേണുവിൽ തന്നെ. കാരണം രേണുവിൻ്റെ അത്രയും സങ്കടം വേറെ ആർക്കും വരണമെന്നുമില്ല, സുധിയുടെ മക്കൾക്കൊഴിച്ച്. പക്ഷേ പ്രശ്നം അതല്ല. ആളുകളെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ഓരോ വീഡിയോ എടുത്തിട്ട് പിന്നെ ഓൺലൈൻ മീഡിയ വഴി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ആളുകൾ റിയാക്ട് ചെയ്യില്ലേ? അതിനെത്ര ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ? പിന്നെ വേറൊരു കാര്യം, എന്നെ സംബന്ധിച്ച് ആസ് എ പേഴ്സൺ, എൻ്റെ അനിയത്തി